ഫിലിം ഗാരേജിന്റെ കൂലി വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇനി വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രം ബാക്കി രജനീകാന്തിന്റെ ഏറ്റവും പുതിയ സിനിമ കൂലി തിയേറ്ററുകളിലേക്ക് എത്തുവാനായിട്ട്. ലൊക്കേഷന്റെ സംവിധാനത്തിൽ തലൈവർ രജനീകാന്ത് നായകനെ എത്തിയ സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് പ്രീസെയിൽ അപ്ഡേറ്റ് ഒക്കെ പെടുമ്പോൾ 105 കോടി പിന്നിട്ടിരിക്കുകയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ മാത്രം ഗ്ലോബൽ ബോക്സ് ഓഫീസ് പ്രീസെയിൽ കളക്ഷൻ. അതോടൊപ്പം തന്നെ കേരളത്തിൽ 7,50,00,000 7,60,00,000 പ്രീസെയിൽ സിനിമ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഒരു തമിഴ് സിനിമ ഇത് 3ാം തവണയാണ് ആദ്യ ദിവസം തന്നെ 100 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കാണുന്നത്. ഇതിനു മുന്നേ 2 സിനിമകളും വിജയുടെ സിനിമകളായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളാണ് ആദ്യ ദിവസം 100 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കണ്ടത്. 105 കോടിയിലേക്ക് കൂലി എത്തപ്പെട്ടപ്പോൾ തന്നെ മറികടന്ന സമീപകാല സിനിമകളിലേക്ക് വരികയാണെങ്കിൽ സൂര്യയുടെ അവസാനത്തെ 2 സിനിമകളുടെയും ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് തലൈവർ പ്രീസെയിൽ കൊണ്ട് തന്നെ മറികടന്നിരിക്കുന്നു. കങ്കുവ എന്ന സിനിമ 100 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമയാണ്. 100 കോടിയിൽ താഴെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് റെട്രോ. ഈ 2 സിനിമകളെയും രജനീകാന്ത് സിനിമ മറികടന്നിരിക്കുകയാണ്. റെട്രോ പോലെ തന്നെ 100 കോടിയിൽ താഴെ ഫൈനൽ ഗ്രോസ് നേടിയെടുത്ത സിനിമയാണ് തഗ് ലൈഫ് എന്ന കമലഹാസൻ സിനിമ. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഫൈനൽ ഗ്രോസും ഇപ്പോഴത്തെ കൂലി നിസ്സാരമായിട്ട് മറികടന്നിരിക്കുന്നു. ഇനി മറ്റൊരു കൂലി നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ലിയോ പോലൊരു വൻ വിജയം നേടിയെടുത്ത സിനിമയ്ക്ക് ശേഷം വിജയുടേതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഗോട്ട് ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് ഒഫീഷ്യൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 126 കോടി ഗ്രോസും ട്രാക്കേഴ്സ് കണക്കിൽ 102 കോടി ഗ്രോസ് കളക്ഷനുമാണ് നേടിയെടുത്തത്. ഇപ്പോഴത്തെ ട്രാക്കേഴ്സ് കളക്ഷൻ കൂലി പ്രീസെയിൽ കൊണ്ട് തന്നെ മറികടന്നിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ കൂലി ഒരു തമിഴ് സിനിമയുടെ ആദ്യ ദിവസത്തെ റെക്കോർഡ് വേൾഡ് വൈഡ് കളക്ഷനിൽ ലിയോയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ് നിലവിൽ. ഇനി 1ാം സ്ഥാനത്തേക്ക് എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അതിനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ലിയോയുടെ FT വേൾഡ് വൈഡ് കളക്ഷനായ 148 കോടിയാണ് ഇനി കൂലിയുടെ പ്രധാനപ്പെട്ട വേൾഡ് വൈഡ് കളക്ഷൻ ലക്ഷ്യം. ഇനി നമ്മുടെ കേരള ബോക്സ് ഓഫീസിലേക്ക് വന്നാൽ 7,60,00,000 കൂലിയുടെ കേരള പ്രീസെയിൽ എത്തപ്പെട്ടതോടെ 2 സിനിമകളുടെ കേരള FT റെക്കോർഡ് കളക്ഷൻ കൂടി മറികടന്നിരിക്കുകയാണ്. അതിലൊന്ന് ലാലേട്ടന്റെ 2018 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒടിയന്റെ FT കേരള ഗ്രോസ് ആണ്. 7,20,00,000 രൂപയായിരുന്നു സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ. അതുകൂടാതെ KGF ചാപ്റ്റർ 2 എന്ന സിനിമയുടെ 7,32,00,000 രൂപ ആദ്യ ദിവസത്തെ കളക്ഷനും ഇപ്പോഴത്തെ കൂലി മറികടന്നിരിക്കുന്നു. നിലവിൽ എമ്പുരാനും ലിയോയ്ക്കും പിന്നിൽ 3ാമതാണ് കേരള ബോക്സ് ഓഫീസിൽ FT കളക്ഷന്റെ കാര്യത്തിൽ കൂലി. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലാലേട്ടനും വിജയ്ക്കും പിന്നിലാണ് രജനീകാന്തിന്റെ കൂലി എങ്കിൽ പോലും കേരളത്തിലെ പല പ്രമുഖരെയും മലർത്തിയടിച്ചുകൊണ്ടാണ് കൂലി ഈ നേട്ടത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ കേരള കളക്ഷനായിട്ട്.